Yes, my dear students, welcome back. നമ്മുടെ കൗണ്ട് ഡൗൺ സീരീസിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ ഡിസ്കഷൻ തുടങ്ങുകയാണ്. എത്ര ദിവസമുണ്ട് ഇനി ബാക്കി? യെസ്, ഇന്ന് December 5, 13 ഡേയ്സ് അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ തന്നെ ഏറ്റവും ഒരു ലെങ്തി ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഒരുപാട് കൺസെപ്റ്റുകൾ കിടക്കുന്ന വളരെ നീണ്ടു കിടക്കുന്നൊരു ചാപ്റ്ററായിരുന്നു. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം വേഗം ഓടിച്ചു നോക്കാം. അതിൻ്റെ കൂടെ ഓരോന്നുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളും എങ്ങനെയാണ് ആ ഓരോ ഭാഗത്തു നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നും ഞാൻ പറഞ്ഞു തരാം. ആ ഓരോ ഭാഗവും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഓരോ പോയിന്റും പറയുമ്പോൾ നോർമലി ആ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് ഞാൻ പറയും. അത് ചിലത് ഡെറിവേഷൻ ആയിരിക്കും, ചിലത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലത് പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാൻ പരമാവധി ഷോർട്ടാക്കിയാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പോയാൽ നമുക്ക് 2-3 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും ഉണ്ട്. കാരണം +1 തന്നെ ഏറ്റവും ബിഗ് ചാപ്റ്ററാണ്. ഓക്കെ, ദെൻ ഞാൻ തൽക്കാലം ഈ ഓരോ പോയിന്റും എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറയും. ഡെറിവേഷൻസ് ഒന്ന് ഏതാണ് നിങ്ങൾ നോക്കേണ്ട ഡെറിവേഷൻസ് എന്ന് പറയും. അതോടൊപ്പം ആ ഡെറിവേഷൻസിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ, ഡെറിവേഷൻസ് തന്നെ മുഴുവനായിട്ടും വേണം എന്നുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ താഴെ മറ്റൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ നേരത്തെ എടുത്തപ്പോൾ അതിൽ കുറേ ഡെറിവേഷൻസ് അതിൻ്റെ ബേസ് മുതൽ തുടങ്ങി അവസാനം വരെ ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഡെറിവേഷനിൽ സംശയമുള്ളവർക്ക് താഴെയുള്ള വീഡിയോ നോക്കാം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓരോ പോയിന്റ്സ് ഏതാണെന്നാണ് ആദ്യം പറയുന്നത്. ദെൻ അവസാനം നമുക്ക് ചില ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം, പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ. ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് കൊണ്ട് ഫ്ലൂയിഡ് നമ്മളൊരു കണ്ടെയ്നറിലേക്കോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ വാട്ടറോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളൊരു കണ്ടെയ്നറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും അത് അതിൻ്റെ ബോട്ടം സർഫേസിലും സൈഡ് വാൾസിലും എല്ലാം ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. അതാണല്ലോ പ്രഷറിൻ്റെ ഇക്വേഷൻ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. എഴുതി വെച്ചോ, ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതിയൊക്കെ വെച്ചോ. ഒരു പേനയും പേപ്പറും എടുത്തിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളിങ്ങനെ റഫായിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ, സമയമുണ്ടോ നിങ്ങൾക്ക് എഴുതാൻ. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെ ഒരു h ഹൈറ്റ് ഉള്ള ഒരു ലിക്വിഡിനെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ എവിടെയെങ്കിലും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ബോട്ടത്തിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡെറിവേഷൻ ഉണ്ട്, ചെറിയൊരു ഇക്വേഷൻ. അതായിരുന്നു P = H rho G എന്ന് പറയുന്ന ഇക്വേഷൻ. പ്രഷറിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്താ വരിക? H rho G. H എന്ന് പറയുമ്പോൾ എത്ര ഹൈറ്റുള്ള ഒരു ഫ്ലൂയിഡ് കോളം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റോ എന്ന് പറയുമ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. G നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 9.8 എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഭാഗത്ത് വരുന്ന ആദ്യത്തെ ഒരു ഐഡിയ, ഫ്ലൂയിഡ് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ട്, അതായത് ആ ഫ്ലൂയിഡ് പ്രഷറിൻ്റെ ഇക്വേഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി H rho G യിൽ റോ എന്തായാലും ആ ഫ്ലൂയിഡിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു ഫ്ലൂയിഡിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ജിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹൈറ്റിനെയാണ് അല്ലേ. അത് ഹൈറ്റാണ്, അല്ലാണ്ട് വെള്ളത്തിൻ്റെ ടോട്ടൽ അളവല്ല. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിൽ H ഹൈറ്റിൽ വെള്ളം എടുത്തു, കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിൽ അതേ H ഹൈറ്റിൽ വെള്ളം എടുത്തു. ഓക്കെ, രണ്ടിൻ്റെയും ഹൈറ്റ് സെയിമാണ്, ഹൈറ്റ് സെയിം. പക്ഷെ ഇതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, ഇതിൽ കുറേ വെള്ളമുണ്ട്. നമ്മൾ കൺഫ്യൂഷൻ ആക്കും ചിലപ്പോൾ. കുറേ വെള്ളമുള്ളത് കൊണ്ട് താഴെ പ്രഷർ കൂടുമെന്നുണ്ടോ? ഇല്ല. ഇത് രണ്ടും ഒരേ തരം മെറ്റീരിയൽ, ഒരേ തരം ലിക്വിഡ് ആണെങ്കിൽ, ഇതും വെള്ളമാണെങ്കിൽ ഹൈറ്റാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ആ വെള്ളത്തിൻ്റെ ടോട്ടൽ കണ്ടന്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും താഴെ ഉണ്ടാകുന്ന പ്രഷർ സെയിം ആയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സെയിം ഹൈറ്റ്, സെയിം റോ, സെയിം G. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അതായത് ഒരേ ലെവലിൽ എപ്പോഴും പ്രഷർ. ഇപ്പോൾ നമുക്കിനി ഈ ഒരു ലിക്വിഡിൽ ഈ ഒരു പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും? ഈ ലിക്വിഡിൽ സെയിം ഹൈറ്റിലൊരു പോയിന്റ് എടുത്താൽ പ്രഷർ എന്തായിരിക്കും? നമ്മൾ നോക്കേണ്ടത് ആ പോയിന്റിൻ്റെ മുകളിലേക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന്.
ആ പോയിന്റിൻ്റെ മുകളിലേക്ക് ഉണ്ടോ, മുകളിലേക്ക്, ആ മുകളിലേക്കുള്ള ഹൈറ്റാണ് ഈ എച്ച് ആക്കി നമ്മൾ എടുക്കുക. അപ്പോൾ എച്ച് റോ ജി ഉണ്ടോ, എച്ച്. അപ്പോൾ സെയിം ഹൈറ്റ് ലെവലിൽ എപ്പോഴും പ്രഷർ സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പോയിന്റ് കൂടെ അതിൻ്റെ കൂടെ ഓർത്ത് വെച്ചേക്കുക. പ്രഷറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അടുത്ത ഐഡിയ പാസ്കൽസ് ലോ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. എന്തായിരുന്നു പാസ്കൽസ് ലോ പറയുന്നത്? ഒരു ഫ്ലൂയിഡിനെ, ഒരു നോൺ കംപ്രസബിൾ ഫ്ലൂയിഡിനെ നമ്മളൊരു പാത്രത്തിലേക്കോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ സൈഡിലേക്കും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പാസ്കൽസ് ലോ എന്നറിയപ്പെടുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമം. അതിൻ്റെ അപ്ലിക്കേഷനാണ് അവിടെ എക്സാം ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇതൊരു കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, അതായത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആണത്. അപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം. നമ്മൾ പലപ്പോഴും കാണുന്നൊരു സാധനമാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. വെഹിക്കിൾസിൻ്റെ സർവീസ് സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ, കാറും മറ്റു വാഹനങ്ങളൊക്കെ കഴുകുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് വെഹിക്കിൾസിനെ ഒരു ഹൈറ്റിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തി ഒരു ഹൈറ്റിലേക്ക് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ടാവും. അത് ഉയർത്താൻ വേണ്ടി അപ്പോൾ അവിടെ ഇങ്ങനെയുള്ളൊരു സംഭവമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇങ്ങനൊരു അറേഞ്ച്മെൻ്റ് ആണത്. ആക്ച്വലി ഈ ഉയർത്തുന്ന ഈ സാധനത്തിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇതിന് വളരെ സ്മോൾ ആയിട്ടുള്ള ഏരിയ കുറഞ്ഞ ഒരു ഭാഗമുണ്ടാവും, ഏരിയ കൂടിയൊരു ഭാഗമുണ്ടാവും. ഈ ഏരിയ കുറഞ്ഞ ഭാഗത്ത് ഒരു പിസ്റ്റൺ വെച്ചിട്ട് നമ്മളൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യും. ഈ ഏരിയ കൂടിയ ഭാഗത്താണ് നമുക്ക് ഉയർത്താനുള്ള കാറിന് വെക്കുക. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോഴേക്ക് ഇതിനെ നമുക്ക് ഉയർത്താൻ കഴിയും. കാരണം പ്രഷർ രണ്ടിടത്തും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പാസ്കൽസ് ലോ പറയുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ F1/A1 is equal to F2/A2 എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ്റെ അർത്ഥം എന്താ? ചെറിയ ഒരു ഏരിയയിലേക്ക് ചെറിയ ഒരു ഫോഴ്സ് കൊടുത്താൽ അത് വലിയ ഒരു ഏരിയയിൽ വലിയ ഫോഴ്സായി മാറും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ഏരിയയിൽ ചെറിയ ഫോഴ്സ് കൊടുക്കും, അത് ഇതിനെ ഉയർത്താൻ ആവശ്യമായ വലിയൊരു ഫോഴ്സായിട്ട് വലിയ ഏരിയയിലേക്ക് മാറും. ഇതേ സംഗതി തന്നെയാണ് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിലുള്ളത്. നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വെഹിക്കിൾ, ഒരു കാറ്, ബസ്, ലോറി, ഇതിനൊക്കെ നമ്മൾ നിർത്തുന്നത് വളരെ ചെറിയ ഒരു ബ്രേക്ക് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ചെറിയൊരു ഏരിയയിലേക്കാണ് നമ്മൾ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അത് വലിയ ഒരു ഏരിയയിലേക്ക് അതിൻ്റെ ബ്രേക്കായി ആ വെഹിക്കിൾസിനെ സ്റ്റോപ്പ് ആക്കുന്ന തരത്തിൽ വലിയൊരു ഫോഴ്സായി മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റാണ് ബുയോയൻസി ആൻഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് നമ്മുടെ ഫിസിക്സിൽ. പക്ഷേ എക്സാം ലെവലിൽ അത്ര ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നില്ല സാധാരണ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ബുയോയൻസി എന്ന് പറയുന്ന ഒരു ഐഡിയ മറ്റു ചില പോയിന്റുകളിൽ നമുക്ക് വന്നിട്ടുണ്ട്. ബുയോയൻസി എന്നുള്ള കൺസെപ്റ്റ് എന്താണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ആർക്കിമിഡീസിൻ്റെ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലേ. അതൊന്നും ഒരുപാടൊന്നും പറയാൻ നമുക്ക് സമയമില്ല. ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡിലേക്ക് ഒരു വസ്തുവിനെ വെച്ചാൽ അതിന് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാകും. സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം എടുത്ത് പൊക്കുകയാണ്, എയറിൽ നിന്ന് എടുത്ത് പൊക്കുന്നു. ഓക്കെ, ഒരു കല്ല് നമ്മളിപ്പോൾ ഇവിടെ റൂമിൽ വെച്ച് നമ്മളിങ്ങനെ എടുത്ത് പൊക്കുക. അതേ കല്ലിനെ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പൊക്കുക. ഏതാ കുറച്ചും കൂടി ഈസി? വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പൊക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. അതേസമയം എയറിൽ നിന്ന് എടുത്ത് പൊക്കുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ഉള്ള പോലെയും തോന്നും. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ വസ്തുവിനെ, ആ സോളിഡ് ബോഡി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സോളിഡ് ബോഡിക്ക് ഒരു വെയിറ്റ് ലോസ് ഉണ്ടാകും. ആ വെയിറ്റ് ലോസിനെയാണ് നമ്മൾ ബുയോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ വെയിറ്റ് ലോസ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നും കൂടെ ആർക്കിമിഡീസ് പറയുന്നുണ്ട്. എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആ വസ്തുവിനെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ, ഇപ്പോൾ നിറച്ച് വെച്ചൊരു പാത്രം എന്ന് വിചാരിച്ചോ, കംപ്ലീറ്റ് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രം, അതിലേക്ക് നമ്മളൊരു വസ്തു കൊണ്ടിട്ടാൽ അതിൻ്റെ വോള്യത്തിന് ഈക്വൽ ആയിട്ടുള്ള കുറേ വെള്ളം അങ്ങ് പുറത്തേക്ക് ഒലിച്ചു പോവില്ലേ? കാരണം ആ വസ്തുവിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഓൾറെഡി വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ആ വെള്ളം കുറേ അങ്ങ് ഒലിച്ച് പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് ഒലിച്ചു പോയ വാട്ടറിൻ്റെ വെയിറ്റ് എത്രയാണോ, പുറത്തേക്ക് കുറേ വെള്ളം ഒലിച്ചു പോയി, നമ്മൾ ആ വെള്ളത്തിന് തൂക്കി വെക്കും. വെള്ളത്തിനെ തൂക്കി നോക്കിയപ്പോൾ അതിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടിയ വെയിറ്റ് ഒരു 10 ന്യൂട്ടൺ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബോഡിക്കുണ്ടായ വെയിറ്റ് ലോസ് 10 ന്യൂട്ടൺ ആയിരിക്കും. 100 ന്യൂട്ടൺ ഉള്ള ഒരു ബോഡിയാണ് നമ്മൾ വെള്ളത്തിലിട്ടതെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ ഉള്ളിൽ 90 ന്യൂട്ടണേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം.
10 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അപ്പം പുറത്തേക്ക് ഒലിച്ചു പോയ വെള്ളത്തിൻ്റെ വെയിറ്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ആ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ഈ ബോഡിക്കുണ്ടായ വെയിറ്റ് ലോസ് എന്നാണ് ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരുപാടൊന്നും സീരിയസ് ആയിട്ട് നമുക്ക് നോക്കാനില്ല. ഫ്ലോ ഓഫ് ലിക്വിഡ്, സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നതിന് 2 രീതിയുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ഒരു സ്റ്റഡി ഫ്ലോ ആണ്, വളരെ സ്റ്റഡി ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിലെ എല്ലാ പാർട്ടിക്കിൾസും എല്ലാ ലെയറും എല്ലാ മോളിക്യൂൾസും ഒരേപോലെ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യും. അതിനാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. അതേസമയം ചില പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നത് ഒരു സ്റ്റഡി അല്ലാത്ത തരത്തിൽ, യൂണിഫോമിറ്റി അല്ലാത്ത തരത്തിലായിരിക്കും വെള്ളം ഫ്ലോ ചെയ്യുക. അങ്ങനെയുള്ള ഫ്ലോയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രീം ലൈനും ടർബുലന്റ് ഫ്ലോയും ചെറിയ പോയിന്റാണ്, അങ്ങനെ ഒരുപാട് എക്സാമിന് വന്ന പോയിന്റ് ഒന്നുമല്ല. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഈ ഫ്ലോ ഓഫ് ലിക്വിഡിന്റെ ബാക്കിയായിട്ടാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ, അതായത് ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ല എന്ന് വിചാരിക്കാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഒരു പൈപ്പ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ പൈപ്പ് വരച്ചോളൂ, ആണോ, പൈപ്പ് ഉണ്ടായിരുന്നു. ഈ പൈപ്പിൻ്റെ ഈ ഭാഗത്ത് ഏരിയ കുറവാണ്, A1. ഈ ഭാഗത്ത് ഏരിയ കുറച്ച് കൂടുതലാണ്, A2. ഇതിലെ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി, വെള്ളം ഇങ്ങനെ ഒഴുകും, then വെള്ളം ഇതിലിങ്ങനെ പുറത്തേക്ക് ചാടിപ്പോവാം, പുറത്തേക്ക് ചാടിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഈ പൈപ്പിൽ ഉപയോഗിച്ച ഏരിയയുടെയും വെള്ളം ഒഴുകുന്നതിൻ്റെ വെലോസിറ്റിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏരിയ 1 ഇൻറ്റു വെലോസിറ്റി 1 ഈസ് ഈക്വൽ ടു ഏരിയ 2 ഇൻറ്റു വെലോസിറ്റി 2. അതിലേക്ക് നമുക്ക് ഇങ്ങനെയും പറയാം, A1 ബൈ A2 ഈസ് ഈക്വൽ ടു V2 ബൈ V1 അല്ലേ. A1 ബൈ A2 ഈസ് ഈക്വൽ ടു V2 ബൈ V1 എന്ന് വെച്ചാൽ ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ഇൻവേഴ്സ് ആയിട്ടാണ് കാണാം. A1 ബൈ A2 ഈക്വൽ ടു V1 ബൈ V2 എന്നല്ല, V2 ബൈ V1. സിമ്പിളായിട്ട് എന്താ മനസ്സിലാവുക, ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി കുറവായിരിക്കും, ഏരിയ കുറഞ്ഞ സ്ഥലത്ത് നല്ല സ്പീഡിൽ മൂവ് ചെയ്യും. നമുക്ക് ലോജിക്കലി മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യുന്നൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ. നമ്മളെ ഗാർഡൻ നനയ്ക്കാൻ വേണ്ടി, ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി ഗാർഡൻ ഹോസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ചെറിയ പൈപ്പ് ഉപയോഗിച്ച്, ഹോസ് ഉപയോഗിച്ച് നനയ്ക്കും. കുറച്ച് ദൂരേക്ക് എവിടെയെങ്കിലും ഒരു ചെടിയുണ്ട്, നമ്മൾ ഹോസ് ഇത്രയും എത്തുന്നുള്ളൂ, കുറച്ച് ദൂരെയാണ് ചെറിയൊരു ചെടിയുള്ളത്, നമുക്ക് നനയ്ക്കണം. നമ്മൾ എന്ത് ചെയ്യാറുണ്ടെന്ന് അറിയോ, ആ ഹോസിൻ്റെ എൻഡ്, അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ക്രോസ് സെക്ഷനുള്ള പൈപ്പായിരിക്കും, അതിൻ്റെ എൻഡ് നമ്മൾ കുറച്ചും കൂടെ അമർത്തി പിടിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ഹോള് ചെറുതാവുന്ന തരത്തിൽ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ അമർത്തി മറച്ചു പിടിക്കുമ്പോൾ കൂടുതൽ ശക്തിയിൽ വെള്ളം പുറത്തേക്ക് ചാടും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതാണ് ആ സംഭവം. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും, ഏരിയയും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. A1 V1 ഇസ് ഈക്വൽ ടു A2 V2 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പലപ്പോഴും ഡെറിവേഷനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് നിങ്ങൾക്ക് അത്രയും ഷുവർ ഷോട്ടായിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഡെറിവേഷൻ ഉള്ളൊരു ഐഡിയ ആണ്. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ ലിങ്കിൽ ഈ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ പാസ്കൽസിലോ അതിൻ്റെ ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഹൈഡ്രോളിക് ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നൊരു പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ ആ വീഡിയോയിലുണ്ട്, വേണ്ടവരെ ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഐഡിയ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ദെൻ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇക്വേഷൻ അവിടെയും പറയുന്നത്, ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പ്, അതിൻ്റെ 2 എൻഡുകൾ 2 ഡിഫറെൻറ്റ് ഹൈറ്റിലാണ്. ഇതുപോലെയും അല്ല, കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു പൈപ്പാണ്, ആ പൈപ്പിൻ്റെ 2 എൻഡുകളും 2 ഡിഫറെൻറ്റ് ഹൈറ്റിലാണ്. ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിലേക്കുള്ള ഹൈറ്റ് അല്ല ഇവിടത്തേക്കുള്ള ഹൈറ്റ്, ഏരിയ വ്യത്യാസമുണ്ട്. ഉണ്ടോ, ഇവിടെ ചെറിയ ഏരിയയും ചിലപ്പോൾ ഇവിടെ വലിയ ഏരിയ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകി ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ആ വാട്ടർ ഫ്ലോയുടെ 3 എനർജി, ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കൈനറ്റിക് എനർജി, ഹൈറ്റ് ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, അതോടൊപ്പം ഈ ഏരിയ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന പ്രഷർ എനർജി.
ഏരിയ കൂടുതലും കുറവാകുമ്പോൾ ആ പൈപ്പിൽ വെള്ളത്തിനൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകും. ഈ 3 എനർജികളുടെയും സമ്മ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. The sum of kinetic energy, potential energy and pressure energy is always a constant or remains constant throughout the flow of liquid. ആ ലിക്വിഡ് ഇതിലേക്ക് ഒഴുകുന്നിടത്തോളം ആ 3 എനർജികളുടെ ടോട്ടൽ സം സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. അത് കാണിക്കുന്നത് ആ ഐഡിയ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന് നമുക്കൊരു ഡെറിവേഷൻ ഉണ്ട്. ആ 3 എനർജിയും കൂടെ ആഡ് ചെയ്തിട്ട് ഈക്വൽ ആണ് എന്ന് കാണിക്കുന്ന ഡെറിവേഷൻ ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു പോയിന്റ് ആണത്. പഠിച്ചവരുണ്ടാവും, നിങ്ങൾ മിക്കവാറും പേര് അത് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെയുള്ള വീഡിയോ നോക്കുക, അതിൽ നമ്മളത് ഡയഗ്രം ഒക്കെ വരച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചു പോവണം. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്ററിലൊരു പോയിന്റ് ആയിരുന്നു വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മെക്കാനിക്സിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പോലത്തെ മറ്റൊരു എഫക്റ്റാണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ബോഡിയെ മറ്റൊരു ബോഡിയുടെ മുകളിൽ വെച്ചിട്ട് തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ ആ മൂവ്മെന്റിന് ഒരു ഒപ്പോസിഷൻ ഉണ്ട് അല്ലേ? നമ്മളൊരു ടേബിളിന് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ തള്ളി നീക്കാൻ നോക്കുമ്പോൾ വെറുതെ പതുക്കെ തള്ളിയാലൊന്നും നീങ്ങില്ല. ഓക്കെ, വളരെ വളരെ പതുക്കെ തള്ളുമ്പോൾ ആ തള്ളലിനെ അയാളിങ്ങനെ ഒപ്പോസ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ദെൻ നമ്മൾ നല്ല ശക്തിയിൽ തള്ളുമ്പോൾ അത് നീങ്ങാൻ തുടങ്ങും. അപ്പോഴും ഉണ്ട് ഒരു ഒപ്പോസിഷൻ. ശക്തിയിൽ തള്ളുമ്പോഴും നമ്മൾ തള്ളിക്കൊണ്ടേ ഇരിക്കണം, എന്നാലേ ഇത് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ആ മൂവ്മെൻറ്റിനെ എതിർക്കുന്ന ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് മെക്കാനിക്സിലെ സോളിഡ് ബോഡികൾക്കിടയിൽ പറയാറ്. ഇതേ ഒരു എഫക്റ്റ് ലിക്വിഡുകളുടെ സർഫേസുകൾക്കിടയിലുണ്ട്. ഒരു ലിക്വിഡ് വലിയൊരു ലിക്വിഡ് കോളമായിട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ ആ ലിക്വിഡിനെ നമുക്ക് പല ലെയറുകളായിട്ട് വിചാരിക്കാം. ഓക്കെ, ഒരു ലിക്വിഡിൻ്റെ ഒരു പുഴയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. വലിയൊരു പൈപ്പിലൂടെ, നല്ല ഏരിയയുള്ളൊരു പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കാം നമുക്ക്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു സിറ്റുവേഷനിൽ ആ വെള്ളത്തിന് നമ്മൾ പല ലെയേഴ്സായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോ ലെയറുകൾക്കിടയിലും ഒരു ലെയർ അടുത്ത ലെയറിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യും, ആ ലെയർ അതിൻ്റെ താഴെയുള്ള ലെയറിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യും. ഇങ്ങനെ ഇവരുടെ വാട്ടർ ലെയറുകൾക്കിടയിൽ, ലിക്വിഡ് ലെയറുകൾക്കിടയിൽ മോഷനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്നോ വിസ്കസ് ഫോഴ്സ് എന്നോ പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. സ്റ്റോക്സ് ലോ പറയുന്നത്, അപ്പം വിസ്കോസിറ്റി എന്നുള്ള ഐഡിയ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ബോഡി, ഒരു ബോള്, അങ്ങനെയുള്ളൊരു ബോളിനെ നമ്മൾ ഇങ്ങനെ ഒരു വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യിച്ചാൽ, ഒരു ബോള് നമ്മൾ ഒരു വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യിക്കുക. ഓക്കെ, എല്ലാ ബോഡികൾക്കും ഈ വിസ്കോസ് ഫോഴ്സ് ഉണ്ടാകും. ഈ ബോളിനെയും ആ ബോളിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ ലിക്വിഡ് ഒരു ഫോഴ്സ് കാണിക്കും. ആ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് F=6π∗RV. ഈ ഐഡിയ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോക്സ് ലോ. 6π∗. എന്ന് പറയുന്നത് വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കോഎഫിഷ്യൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. R എന്ന് പറയുന്നത് ആ ബോളിൻ്റെ റേഡിയസ് ആണ്. V ദാറ്റ് ഈസ് വെലോസിറ്റി. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണലാ? വെലോസിറ്റിക്ക് പ്രപ്പോർഷണലാ. അതായത് കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കൂടുതൽ ഡ്രാഗിങ് ഫോഴ്സ് ഉണ്ടാവും. പതുക്കെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്ര ഡ്രാഗിങ് ഫോഴ്സ് ഉണ്ടാവില്ല. ഇങ്ങനൊരു ഐഡിയ സ്റ്റോക്ക് ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്സ് ലോയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് ടെർമിനൽ വെലോസിറ്റി. വീണ്ടും എക്സാം ലെവലിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ടെർമിനൽ വെലോസിറ്റി. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലിക്വിഡിൻ്റെ വലിയൊരു കോളം, വലിയൊരു സിലിണ്ടറിൻ്റെ ഷേപ്പുള്ള വലിയൊരു പാത്രം വിചാരിച്ചോ, അതിൽ നിറയെ നമ്മളൊരു ലിക്വിഡ് വെള്ളം നിറച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബോൾ, ഒരു മെറ്റാലിക് ബോൾ താഴേക്ക് വീഴുന്ന തരത്തിൽ ഫ്രീ ഫോള് പോലെ നമ്മൾ വിടുകയാണ്. പക്ഷെ വിടുന്നത് എയറിലല്ല. എയറിൽ ഞാനിപ്പോൾ ഈ പേനയെ ഫ്രീ ഫോൾ പോലെ വിട്ടാൽ G എന്ന് പറയുന്ന ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ, അല്ലെങ്കിൽ mg എന്ന് പറയുന്ന ഒരു ഫോഴ്സിൽ അത് താഴേക്ക് വീഴും. അതിലൊറ്റ ഫോഴ്സേ ഉള്ളൂ, mg മാത്രം. പക്ഷേ ഇവിടെ നമ്മൾ കേസ് എയർ അല്ല, നമ്മൾ വലിയൊരു ലിക്വിഡ് കോളത്തിലൂടെയാണ് ഈ ബോളിനെ താഴേക്ക് വിടുന്നത്. മെറ്റൽ ബോളാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോളിൽ 3 ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യും. ഒന്ന്, അതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് താഴേക്ക് വീഴാൻ തുടങ്ങും. അതേസമയം ആ താഴേക്കുള്ള ഫോഴ്സിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് മറ്റ് 2 ഫോഴ്സുകൾ ഉണ്ടാകും. ഒന്ന്
ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ പറയുന്ന ഒരു ബുയോയന്റ് ഫോഴ്സ് ഉണ്ടാവും, ഉറപ്പല്ലേ? അതിൻ്റെ വെയിറ്റിനെ എതിർക്കുന്ന തരത്തിൽ എത്ര വാട്ടർ ഡിസ്പ്ലേസ് ആയോ ആ ഡിസ്പ്ലേസ്ഡ് വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ബുയോയൻ ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യും. അതോടൊപ്പം സ്റ്റോക്സ് തിയറം പറയുന്നത് പോലെ ഒരു സ്ഫെറിക്കൽ ബോൾ താഴേക്ക് വിടുമ്പോൾ ആ മോഷൻ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഉണ്ടാകും. അതായിരിക്കും 6π∗RV. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോളിനെ താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ഇതായിരുന്നു ആ ബോൾ എന്ന് വിചാരിച്ചോളൂ. ഈ ബോളിൽ താഴേക്ക് mg എന്ന് പറയുന്ന വെയിറ്റ് ഉണ്ടാവും. അതേസമയം ഈ വെയിറ്റിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് രണ്ട് ഫോഴ്സുകൾ മുകളിലേക്ക് ഉണ്ടാവും. ഒന്ന് ബുയോയൻ ഫോഴ്സ്, മറ്റൊന്ന് വിസ്കസ് ഫോഴ്സ്. ബുയോയൻ ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സാണ്. അതേസമയം വിസ്കസ് ഫോഴ്സിന്റെ നാച്ചർ നമ്മളോട് പറഞ്ഞു, അത് വെലോസിറ്റിക്ക് പ്രപ്പോർഷണലാണ്. ഈ ബോഡി താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ mg എന്ന് പറയുന്ന വെയിറ്റ് കൊണ്ട്, ആക്സിലറേഷൻ കൊണ്ട് അത് താഴേക്ക് വീണ് തുടങ്ങുമ്പോൾ ആദ്യം വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, എല്ലാ ബോഡി അങ്ങനെയാണല്ലോ അല്ലേ? താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടാൻ തുടങ്ങും. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് മുകളിലേക്കുള്ള രണ്ട് ഫോഴ്സിൽ ഈ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ്, ആസ് വെലോസിറ്റി ഇൻക്രീസസ് ദിസ് ഡ്രാഗിങ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ ആ ബോൾ കുറച്ച് കഴിഞ്ഞ് താഴേക്കെത്തി ഒരു പർട്ടിക്കുലർ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴേക്ക് ഡൗൺവേർഡ് ഫോഴ്സായ mgയും അപ്വേർഡ് ഫോഴ്സായ FB പ്ലസ് FVയും ബാലൻസ് ആവും. അതെന്താ കുറച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ആവുന്നേ? ആദ്യം ഈ FV എന്ന് പറയുന്ന വെലോസിറ്റി ഫോഴ്സ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ mg ഡൗൺവേർഡും ഉണ്ട്, ദെൻ FB പ്ലസ് FV അപ്വേർഡും ഉണ്ട്. ഇതായിരിക്കും കൂടുതൽ, FB പ്ലസ് FV കുറവായിരിക്കും. അതുകൊണ്ട് ഇത് താഴേക്ക് വീഴാൻ, നല്ല സ്പീഡിൽ വീഴാൻ തുടങ്ങും. ബട്ട് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ FV കൂടാൻ തുടങ്ങും. mgക്ക് മാറ്റമില്ല, FBക്കും മാറ്റമില്ല. ഇത് രണ്ടിനും മാറാൻ പറ്റില്ലല്ലോ, ഇത് രണ്ടും മാറുന്നില്ല. ബട്ട് താഴേക്ക് വീഴുന്നു, വെലോസിറ്റി കൂടുന്നു, വെലോസിറ്റി കൂടുന്നത് കൊണ്ട് ഈ ഡ്രാഗിങ് ഫോഴ്സും കൂടുന്നു. അങ്ങനെ ഇത് കൂടാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ, ഇത് നേരത്തെ ഒരു 10ഉം ഇതൊരു 6ഉം ആയിരുന്നെങ്കിൽ വാല്യൂ വെച്ച് നോക്കാം. ഈ 10 ആയിട്ട് ഉണ്ടാവും. ഈ 6 മെല്ലെ 7 ആവും, 8 ആവും, 9 ആവും, 10 ആവും. എന്ന് വെച്ചാൽ ഡൗൺവേർഡും അപ്വേർഡും ഈക്വൽ ആവും. നെറ്റ് ഫോഴ്സ് 0 ആവും. നെറ്റ് ഫോഴ്സ് 0 ആയാൽ ആ ബോഡിക്ക് പിന്നെ യൂണിഫോം മോഷനേ ഉണ്ടാവുള്ളൂ, ആക്സലറേഷൻ ഉണ്ടാവില്ല. അങ്ങനെ അതൊരു യൂണിഫോം മോഷനിൽ താഴേക്ക് വീഴാൻ തുടങ്ങും. അത് മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റിയെ വിളിച്ച പേരാണ് ടെർമിനൽ വെലോസിറ്റി. അതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ഈ 3 ഫോഴ്സുകളുടെ ഇക്വേഷൻസ് എടുത്തിട്ട് ഡിറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡെറിവേഷനാണ്. ബെർണോളിസ് പ്രിൻസിപ്പിളും ഈ ടെർമിനൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ്റെ ഒരു ഡെറിവേഷനുമാണ് പല തവണയായിട്ട് ഈ ചാപ്റ്ററിന് എക്സാമിന് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ മറ്റ് ചില പോയിന്റുകളാണ് സർഫേസ് ടെൻഷൻ ആൻഡ് സർഫേസ് എനർജി. സർഫേസ് ടെൻഷൻ കുറച്ചുകൂടി എളുപ്പമുള്ള ഭാഗങ്ങളാണ് അതെല്ലാം. സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാ ലിക്വിഡിൻ്റെയും സർഫേസ് ഒരു സ്ട്രെച്ച്ഡ് മെമ്പറൈൻ പോലെയാണ്, വലിച്ചു നീട്ടി വെച്ചിരിക്കുന്ന ഒരു മീഡിയം പോലെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സർഫേസിൽ ഒരു ഫോഴ്സ് ഉള്ളതായിട്ട്, ഒരു ടെൻഷൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. സർഫേസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള മോളിക്യൂൾസിന് ഇല്ലാത്ത ചില പ്രത്യേകതകൾ സർഫേസിലുള്ള മോളിക്യൂൾസിന് ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫേസ് ടെൻഷൻ കൊണ്ട് എപ്പോഴും ഒരു ബോഡിയുടെ ഒരു ലിക്വിഡിൻ്റെ ടെൻഡൻസി എന്തായിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്, എന്തുകൊണ്ടാണ് ലിക്വിഡിൻ്റെ ഡ്രോപ്പ് സ്ഫെറിക്കൽ ഷേപ്പിലായത്? ഒരു ലിക്വിഡ് നമ്മൾ ഡ്രോപ്പാക്കി ഇങ്ങനെ ഉറ്റിക്കാൻ തുടങ്ങിയാൽ അത് ഓൾമോസ്റ്റ് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഉറ്റി വരിക അല്ലേ? അതെന്തുകൊണ്ടാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പോ ക്യൂബോയിഡൽ ഷേപ്പോ ഒന്നും ആവാത്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏരിയ ഏറ്റവും കുറവ് സ്ഫിയറിന്. ഓക്കെ, സർഫേസ് ടെൻഷൻ കൊണ്ട് ഇത്തരം ബോഡികളുടെ ഒക്കെ ടെൻഡൻസി എന്താണ്? എപ്പോഴും ഏരിയ കുറയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഏരിയ കുറയ്ക്കാനുള്ള ടെൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് ഇവർ സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ദെൻ സർഫേസ് എനർജി എന്ന് പറഞ്ഞാൽ ഈ സർഫേസ് ടെൻഷൻ കൊണ്ട് ഏരിയ കുറയ്ക്കാൻ ഉള്ള ശ്രമം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏരിയ കൂട്ടാൻ വിചാരിച്ചാലോ, എവിടെയെങ്കിലുമുള്ള ഒരു സർഫേസിൻ്റെ ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ സർഫേസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ വർക്ക് ഡൺ ടു ഇൻക്രീസ് ഇൻ ഏരിയ, വർക്ക് ഡൺ പെർ ഇൻക്രീസ് ഇൻ ഏരിയ എന്നും പറയാം. അതിനാണ് നമ്മൾ സർഫേസ് എനർജി എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇവിടെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് ആൻഡ് ലിക്വിഡ് ബബിൾ.
ഒരു ബബിളും ഡ്രോപ്പും തമ്മിൽ എന്താ വ്യത്യാസം? ബബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെ എയറാണ്. അതിന് ജസ്റ്റ് വാട്ടറിൻ്റെ ഒരു സർഫേസ് മാത്രമേ ഉള്ളൂ ബബിള്. അതിൻ്റെ പുറമേ എയറാണ്, അതിൻ്റെ ഉള്ളിലും എയറാണ്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് കംപ്ലീറ്റ്ലി വെള്ളം തന്നെയാണ്. പുറം ഭാഗം മാത്രമേ എയർ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലും സർഫേസിലും എല്ലാം വെള്ളമാണ്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ സർഫേസ് ടെൻഷൻ്റെ എഫക്റ്റ് കൊണ്ട്, ഏരിയ കുറയ്ക്കാനുള്ള ഈ ശ്രമത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് എപ്പോഴും ഒരു ലിക്വിഡിൻ്റെ ഡ്രോപ്പിൻ്റെയോ ബബിളിൻ്റെയോ ഉള്ളിലുള്ള പ്രഷർ പുറമേയുള്ള പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഉള്ളിലൊരു എക്സസ് പ്രഷർ ഉണ്ടാകും എന്നർത്ഥം. അതിന് ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്, ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡെറിവേഷനൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. ദെൻ അവസാനമായിട്ട് മറ്റൊരു പോയിന്റ് ക്യാപ്പിലാരിറ്റി. അതൊക്കെ വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോയിന്റാണ് ക്യാപ്പിലാരിറ്റി ഒക്കെ. അതായത് വളരെ റേഡിയസ് കുറഞ്ഞ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബിനെയോ ഒരു പൈപ്പിനെയോ നമ്മൾ ലിക്വിഡിലേക്ക് ഇറക്കി വെച്ചാൽ ആ പൈപ്പിലേക്ക് താനേ കുറച്ച് വെള്ളം കയറി വരും. ഓക്കെ, ആ പൈപ്പിൻ്റെ നേരത്തെ വെള്ളം ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മൾ അതിലേക്ക് പൈപ്പ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ കയറി നിൽക്കും. ഈ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിച്ച പേരാണ് കാപ്പിലറി റൈസ്. ഓക്കെ, അത് വെള്ളമാണെങ്കിൽ കാപ്പിലറി റൈസാണ് ഉണ്ടാവുക. അതേസമയം മെർക്കുറി ആണെങ്കിൽ നമ്മൾ വെച്ചാൽ അത് കാപ്പിലറി ഡിപ്പാണ് ഉണ്ടാവുക. ഹൈറ്റ് അല്ല, താഴേക്ക് പോവുകയാണ് ചെയ്യുക. ഈ ഒരു പോയിന്റിനാണ് നമ്മൾ കാപ്പിലാരിറ്റി എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങൾ ആ തിയറി ഭാഗം ഒന്ന് ഓർമ്മിപ്പിച്ച് അതിലൂടെ വരുന്ന ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഡെറിവേഷൻസിൻ്റെ കുറച്ച് ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ പോയാൽ കുറച്ച് ഡെറിവേഷൻസിൻ്റെ ഐഡിയകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവും. എന്നാൽ ഇനി നമ്മൾ ഇതിൽ കുറച്ച് പ്രോബ്ലംസും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് വേഗം പരിചയപ്പെടാം. ഓക്കെ, ഒരു പ്രോബ്ലം വായിക്കാം. Calculate the amount of energy evolved when 8 drops of mercury of radius 1 millimeter each combine to form 1 drop. Surface tension of mercury is 0.55 Newton per meter. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. മെർക്കുറിയുടെ 8 ഡ്രോപ്സ് അത് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഡ്രോപ്പായി മാറുന്നു. കുറേ മെർക്കുറി ഇങ്ങനെ ഉറ്റിച്ച് ഒറ്റ ഡ്രോപ്പാക്കി മാറ്റുക. 8 ഡ്രോപ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡ്രോപ്പാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ അതിൽ ആ ഒരു പ്രോസസ്സിന് വേണ്ട എനർജി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എനർജി, അപ്പോൾ സർഫേസ് ടെൻഷൻ, സർഫേസ് എനർജി, ഇതൊക്കെ ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഓർക്കുമ്പോൾ സർഫേസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു സർഫേസ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഇൻക്രീസ് ഇൻ ഏരിയ എന്നാണ് അല്ലേ. ഇക്വേഷൻ മറക്കരുതേ. സർഫേസ് ടെൻഷനും സർഫേസ് എനർജിയും ന്യൂമറിക്കലി ഈക്വലാണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് വർക്ക് ഡൺ ഓർ എനർജി കേട്ടോ. ഇത് സർഫേസ് എനർജിയാണ്, ഇത് എനർജിയാണ് കേട്ടോ. വർക്ക് ഓർ എനർജി ബൈ ഇൻക്രീസ് ഇൻ ഏരിയ. അപ്പോൾ വർക്ക് അല്ലെങ്കിൽ എനർജി കാണാൻ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? വർക്ക് ഓർ എനർജി എന്ന് പറയുമ്പോൾ സർഫേസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ. ഇൻക്രീസ് ഇൻ ഏരിയ ആണ് ഡെൽറ്റ എ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ, നമുക്ക് അങ്ങനെയും പറയാം. അപ്പോൾ ആദ്യം ഈ 8 ഡ്രോപ്സിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? ഫസ്റ്റ് കമ്പൈൻ ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ ദ കോമ്പിനേഷൻ, നമ്മൾ പറയുന്നു ഏരിയ 1 എടുത്തോളൂ. ഏരിയ 1 ഒരു ഡ്രോപ്പിൻ്റെ ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒരു സാധനത്തിൻ്റെ സർഫേസ് ഏരിയ നമുക്കറിയാം, ദാറ്റ് ഈസ് 4πr² ഇൻറ്റു അങ്ങനെയുള്ള 8 ഡ്രോപ്സ് ഉള്ളത് കൊണ്ട് ഇൻറ്റു 8. ഓക്കെ, സോ 4πr² ഇൻറ്റു 8 ദാറ്റ് ഈസ് 4 ഇൻറ്റു 8 32πr². ഇതാണ് കമ്പൈൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഏരിയ. ആഫ്റ്റർ ദ കോമ്പിനേഷൻ A2 എന്ന് പറയുമ്പോൾ ഒരു ഡ്രോപ്പേ ഉള്ളൂ. ബട്ട് അതിൻ്റെ റേഡിയസ് എന്താ? പഴയ റേഡിയസ് ആയിരിക്കില്ലല്ലോ. അതിനെ നമ്മളൊരു R' എന്ന് വിളിച്ചാൽ ആ റേഡിയസ് കിട്ടിയാലല്ലേ നമുക്ക് ന്യൂ സർഫേസ് ഏരിയ കാണാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഐഡിയ അല്ല, അത് ചുമ്മാ ഒരു മാത്തമാറ്റിക്കൽ ഐഡിയ ആണ്. ഇതിൽ നിന്ന് ഇതിൻ്റെ റേഡിയസ് 6, അങ്ങനെയുള്ള 8 ഡ്രോപ്സ് കമ്പൈൻ ചെയ്തു. അപ്പോൾ ഈ റേഡിയസ് എത്ര? പലരും വിചാരിക്കും 8 6 അത് തെറ്റിപ്പോകും. അതായത് ഒരു ഡ്രോപ്പിൻ്റെ റേഡിയസ് 6, അങ്ങനെയുള്ള 8 ഡ്രോപ്സ് എല്ലാത്തിനും ഉണ്ട് 6. ഇതിന് 6, അടുത്ത 6, അടുത്ത 6, അടുത്ത 6, അങ്ങനെ 8 6 റേഡിയസ് ഉള്ള ഡ്രോപ്സ് കമ്പൈൻ ചെയ്തു, ഒരു വലിയ ഡ്രോപ്പായി. വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് എത്ര? 8 6 അല്ല, അങ്ങനെ പറയരുത്. നമ്മൾ നേരെ റേഡിയസിന് അങ്ങ് 8 ടൈംസ് ആക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ കോൺസെപ്റ്റ് വോള്യം റിമെയിൻസ് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, വോള്യം, അതായത് ഈ 8 ഡ്രോപ്സിൻ്റെ വോള്യം. അപ്പോൾ നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് ആയിട്ട് എഴുതാം, വോള്യം ഇനീഷ്യൽ ഷുഡ് ബി ഈക്വൽ ടു വോള്യം ഫൈനൽ.
ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4/3 πr³ അല്ലേ? അപ്പോൾ ഞാൻ എഴുതുന്നു 8 × 4/3 πr³ 8 എടുത്ത് 8 ഡ്രോപ്സ് ഉണ്ടല്ലോ. 8 × 4/3 πr³ ഈസ് ഈക്വൽ ടു 4/3 πr'3. 4/3 π നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? 8r³ ഈസ് ഈക്വൽ ടു r'3. രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുത്ത് നമുക്ക് കിട്ടും 2r ഈസ് ഈക്വൽ ടു r'. അപ്പോൾ r' എത്രയാ? r' എന്ന് പറയുന്നത് 2r ആണ്. അതായത് നേരത്തെയുള്ള റേഡിയസിന്റെ ഡബിൾ ഉണ്ടാവും, അല്ലാതെ 8 ടൈംസ് അല്ല. അത് വെച്ചിട്ട് ന്യൂ ഏരിയ കാണുമ്പോഴോ, ന്യൂ ഏരിയ എന്ന് പറയുമ്പോൾ അഗെയിൻ 4πr'². ദാറ്റ് ഈസ് ഈക്വൽ ടു 4π. അങ്ങനെയുള്ള ഒരു ഡ്രോപ്പാണേ ഉള്ളൂ. ഇവിടെ നമ്മൾ 8 എടുത്തത് 8 ഡ്രോപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു ഡ്രോപ്പേ ഉള്ളൂ. r' എന്ന് പറയുന്നത് 2r ആണ്. സോ 2r². 2ന്റെ സ്ക്വയർ 4 വരും. 4 × 4 16. സോ ദിസ് ഈസ് 16 πr². കണ്ടോ? അപ്പോൾ ആദ്യം 8 ഡ്രോപ്സിൻ്റെയും കൂടെ ഏരിയ 32 πr². ഇപ്പോൾ ഒരു ഡ്രോപ്പിന്റെ ഏരിയ 16 πr². അപ്പോൾ ഡെൽറ്റ എത്ര? അപ്പോൾ വർക്ക് ഓർ എനർജി എന്ന് പറയുന്നത് സർഫേസ് ടെൻഷൻ ഈസ് ഗിവൺ 0.55 into increase in area. Increase in area is 32 πr² minus 16 πr². അല്ലേ? A1 minus A2. ചേഞ്ച് ഇൻ ഏരിയ. A1 ഇവിടെ ഇൻക്രീസ് അല്ല ഡിക്രീസ് ഉണ്ട് കേട്ടോ. എനിവേ ചേഞ്ച് ഇൻ ഏരിയ ദാറ്റ് ഈസ് 0.55 into A1 minus A2. 32 πr² minus 16 πr². That is 16 πr². 16 into pi into radius is 1 millimeter. That is 10⁻³ meter. അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്യേണ്ട ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് പലപ്പോഴും വന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ നേരെ തിരിച്ചും ചോദിക്കാം. ഒരു ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 8 ഡ്രോപ്സ് ആക്കി, അല്ലെ 27 ഡ്രോപ്സ് ആക്കി. ഇങ്ങനെ 8, 27, 64 ഇങ്ങനെയൊക്കെയാണ് പറയുക. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വോളിയം കണ്ടിട്ട് ന്യൂ റേഡിയസ് കാണുമ്പോൾ നമ്മളൊരു ക്യൂബ് റൂട്ട് എടുക്കേണ്ടി വരും അല്ല? എവിടെയും 8r³ ഈക്വൽ ടു r'³ എന്ന് തന്നത് കൊണ്ടാണ് നമുക്ക് ക്യൂബ് റൂട്ട് എടുത്തപ്പോൾ 8ന്റെ ക്യൂബ് റൂട്ട് 2 എന്ന് കിട്ടി. 27 തന്നാൽ ക്യൂബ് റൂട്ട് 3 എന്ന് വരും. 64 തന്നാൽ ക്യൂബ് റൂട്ട് 4 എന്ന് വരും. അങ്ങനെ ഈ 3 വാല്യൂസ് ആണ്. 125 തന്നാൽ ക്യൂബ് റൂട്ട് 5 എന്ന് വരും. ഇങ്ങനെ 8 ഡ്രോപ്സ് കമ്പൈൻഡ്, 125 ഡ്രോപ്സ് കമ്പൈൻഡ്, ഓർ 1 ഡ്രോപ്പ് ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 64 ഡ്രോപ്സ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വാല്യൂസ് ആണ് ഇതിൽ. അപ്പോൾ വാല്യൂസ് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ റേഡിയസിൻ്റെ കണക്ഷൻ കിട്ടാൻ വോള്യം എടുത്ത് നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. വോള്യം എടുക്കുമ്പോൾ റേഡിയസിൻ്റെ ക്യൂബ് ഉണ്ടാവും. അപ്പോൾ ക്യൂബ് റൂട്ട് കാണേണ്ടി വരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. ആ ക്യൂബ് റൂട്ട് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 8, 27, 64, 125 എന്നുള്ള നമ്പേഴ്സ് തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ റേഡിയസിൻ്റെ കണക്ഷൻ കണ്ടുപിടിക്കുക. ആ റേഡിയസ് ഉപയോഗിച്ച് ആദ്യത്തെ ഏരിയ എത്ര, പിന്നെയുള്ള ഏരിയ എത്ര, അതേത് സിറ്റുവേഷൻ ആയാലും. ചിലപ്പോൾ ഒരു ഡ്രോപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 8 എണ്ണമാക്കി എന്നായിരിക്കും പറയാം, അല്ലെങ്കിൽ 8 എണ്ണത്തിനെ കമ്പൈൻ ചെയ്ത് ഒരു ഡ്രോപ്പ് ആക്കി എന്നായിരിക്കും പറയാം. എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആദ്യത്തെ ടോട്ടൽ ഏരിയ, പിന്നെയുള്ള ടോട്ടൽ ഏരിയ, അതിൻ്റെ ഡിഫറൻസ് അതെടുക്കുക. ആ ഡിഫറൻസ് ഇൻ ഏരിയയെ നമ്മൾ സർഫേസ് ടെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഓർ വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് ആയി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The terminal velocity of a copper ball of radius 2 millimeter falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second. Compute the viscosity of the oil at 20 degrees Celsius. Density of oil is 1.5 into 10⁻³ kilogram per meter cube. Density of copper is 8.9 into 10⁻³ kilogram per meter cube. ഒരുപാട് ഡാറ്റാസ് തരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും തന്നെ പലരും അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടേച്ച് പോയേക്കും. ഓക്കെ, ടെർമിനൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. വലിയൊരു ലിക്വിഡ് കോളം, വാട്ടർ ആവാം, എന്തെങ്കിലും ഓയിലി ലിക്വിഡ് ആവാം. അതിലൂടെ നമ്മളൊരു ബോളിനെ താഴേക്ക് വിട്ടാൽ ആദ്യം അതിൻ്റെ വെലോസിറ്റി കൂടും. ദെൻ അപ്വേർഡ് ബുയോയൻ ഫോഴ്സും വിസ്കസ് ഫോഴ്സും വരും. കുറച്ച് കഴിയുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് വീഴാൻ തുടങ്ങും. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മഴത്തുള്ളികൾ വീഴുമ്പോൾ, മഴ ഒരുപാട് ഹൈറ്റിൽ നിന്ന് മഴത്തുള്ളികൾ വീഴുകയാണ് അല്ലേ? ബട്ട് നമ്മുടെ ദേഹത്തേക്ക് ആ മഴത്തുള്ളികൾ വന്ന് വീഴുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു വലിയ ഫോഴ്സോ വെലോസിറ്റിയോ അനുഭവപ്പെടാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അതേസമയം നല്ല ഹൈറ്റിൽ നിന്നൊരു കല്ലാണ് വീണെങ്കിലോ, ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ദേഹത്തേക്ക് അത് വന്ന് വീണ് കഴിഞ്ഞാൽ, നമ്മളെ മേലേക്ക് അത് വീണ് കഴിഞ്ഞാൽ നമുക്ക് അപകടം സംഭവിക്കും. അതേസമയം വെള്ളത്തുള്ളികൾ വന്ന് വീഴുമ്പോൾ നമുക്ക് വലിയ അപകടമൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തുള്ളികൾ മുകളിൽ നിന്ന് വരുമ്പോൾ അതിന് ആദ്യം വെയിറ്റ് mg ഉണ്ടാകും. അതേസമയം അതിലേക്ക് ഡ്രാഗിങ് ഫോഴ്സുകളും ബുയോയിൻ ഫോഴ്സും ആക്ട് ചെയ്യും എയർ എന്ന ഫ്ലൂയിഡ് മീഡിയത്തിൽ. കുറച്ച് കഴിയുമ്പോൾ അതൊരു ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അതിനുശേഷം അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്കായിരിക്കും താഴേക്ക് വീഴുക. പിന്നെ അതിൻ്റെ വെലോസിറ്റി കൂടില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇക്വേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ ഡെറിവേഷനിൽ ഫൈനലി കിട്ടുന്ന ഫോർമുല ഇങ്ങനെയാണ്: ടെർമിനൽ വെലോസിറ്റി V is equal to 2/9 r² rho minus sigma into g divided by eta. ഓരോ ടേമും പരിചയപ്പെടുക. ഇതാണ് ടെർമിനൽ വെലോസിറ്റി. R എന്ന് പറയുന്നത് ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. റോ ആൻഡ് സിഗ്മ രണ്ട് ഡെൻസിറ്റികളാണ്. റോ എന്ന് പറയുന്നത് ആ ബോളിൻ്റെ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി, മൈനസ് സിഗ്മ എന്ന് പറയുന്നത് ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ റോയും സിഗ്മയും രണ്ട് ഡെൻസിറ്റികൾ, ഒന്ന് ബോഡിയുടേത് ഒന്ന് ലിക്വിഡിൻ്റേത്. ജി ഡിവൈഡഡ് ബൈ ഈറ്റ, ഇതാണ് വിസ്കോസിറ്റി ഓർ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇവിടെ നമ്മളോട് ഇത് കാണാനാ പറഞ്ഞിരിക്കുന്നത്. ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. റേഡിയസ് തന്നിരിക്കുന്നു 2 millimeter. Terminal velocity is given 6.5 centimeter per second and rho eta രണ്ട് ഡെൻസിറ്റികൾ തന്നിരിക്കുന്നു. 20 degree Celsius എന്നൊക്കെ ഒരു ടെമ്പറേച്ചർ ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഏത് ടെമ്പറേച്ചർ ആയാലും നമ്മൾ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്തു പോവുക. സോ ഈറ്റ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സോ ഈറ്റ ഇസ് ഈക്വൽ ടു, ഈറ്റ ഇങ്ങോട്ടും വി ഇങ്ങോട്ടും മാറ്റിയാൽ മതി. 2/9 r² rho minus sigma into g divided by v. That is equal to 2/9 into r², radius 2 millimeter, so 2 into 10 raised to minus 3 square. യൂണിറ്റുകളൊക്കെ ശ്രദ്ധിക്കുക. റോ മൈനസ് സിഗ്മ, റോ 8.9 into 10 raised to 3, സിഗ്മ 1.5 into 10 raised to 3. നമുക്ക് 10 raised to 3 പുറത്തേക്ക് എടുക്കാം. 8.9 minus 1.5 into 10 raised to 3. Then g, that is 9.8 divided by velocity, that is given 6.5 centimeter per second ആണ്. So into 10 raised to minus 2 എന്നും കൊടുക്കുക. സെന്റിമീറ്റർ പെർ സെക്കൻഡിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഇതും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേഷൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. കാൽക്കുലേഷനിലല്ല കാര്യം കിടക്കുന്നത് ആ ഫോർമുല ഏത് ഉപയോഗിക്കണം, അതെങ്ങനെ എഴുതി കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കുന്നിടത്താണ്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഈ തരം പ്രോബ്ലംസും ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നല്ലോണം ചെയ്ത് പഠിക്കുക. ഇവിടെ വെലോസിറ്റി തന്നിട്ട് ഈറ്റ കാണാനാണ് ക്വസ്റ്റ്യൻ. പലപ്പോഴും നേരെ തിരിച്ചുണ്ടാവുക. ഈറ്റയും കൂടെ തന്നിട്ട്, ഈ ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ടാവും, ഈറ്റയും കൂടെ തരും. എന്നിട്ട് നമ്മളോട് വെലോസിറ്റി കാണാനായിരിക്കും പറയും. പ്രശ്നമില്ലല്ലോ, ചെയ്ത് നോക്കിക്കൂടെ? ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യാം. എ ടാങ്ക് ഓഫ് 5 meter ഹൈറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ത്രൂ എ ഹോൾ 3 meter ബിലോ ദ സർഫേസ് ഓഫ് വാട്ടർ. ഓക്കെ, ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. എന്ന് വെച്ചാൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു പാത്രം, ഒരു ടാങ്ക്, അതിൻ്റെ താഴ്ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് ചാടും അല്ലേ? അത് എവിടെയാണോ ആ ഹോളുള്ളത് ആ പൊസിഷൻ അനുസരിച്ചിരിക്കും പുറത്തേക്ക് ചാടുന്ന വെള്ളത്തിൻ്റെ സ്പീഡ്. മുകളിലോട്ടാണ് ഈ ഹോളെങ്കിൽ ആ വെലോസിറ്റി കുറയും. താഴോട്ട് വരുന്നതിനനുസരിച്ച് കൂടുതൽ ശക്തിയിൽ വെള്ളം പുറത്തേക്ക് ചാടാൻ തുടങ്ങും. ആ വെള്ളം പുറത്തേക്ക് പോകുന്ന വെലോസിറ്റിയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പേര് വിളിക്കുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഫൈനൽ ഇക്വേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ആ ഫോർമുല ഉണ്ടാക്കുന്നത്. ആ ഫോർമുല ഇങ്ങനെയായിരുന്നു: V is equal to √2gh എന്നാണ് ഇക്വേഷൻ. വെലോസിറ്റി ഓഫ് എഫ്ലക്സ് കാണുന്ന ഇക്വേഷൻ എന്താ? √2gh. ഈ h എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ആ ഹോള് വരെയുള്ള ദൂരമാണ്. വാട്ടറിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഹോള് വരെ, ഇത് ടോട്ടൽ ഹൈറ്റ് 5 meter ഉണ്ട്, അതല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഹോളിൻ്റെ മുകളിലോട്ട് വാട്ടറിൻ്റെ സർഫേസ് വരെ എത്ര, അതിവിടെ 3 meter എന്നാണ് തന്നെ. അപ്പം നേരാക്കി കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 into g 10 ആക്കി എടുത്തോളൂ, ഇൻറ്റു h ഈസ് 3. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? 2 into 3 6, 60, √60 അല്ലേ? √60 എന്ന് പറയുമ്പോൾ ഒരു 7 point സംതിങ് ഉണ്ടാവും അല്ലേ? 7.6 7.7 മറ്റോ ഉണ്ടായേക്കാം മീറ്റർ പെർ സെക്കൻഡ്. ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിമ്പിൾ പ്രോബ്ലം ഒക്കെ ചില സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. അപ്പോൾ നമ്മൾ തിയറിയും
അത്യാവശ്യം വേണ്ട ചില പ്രോബ്ലംസുമാണ് നമ്മൾ ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളൊക്കെ ഞാൻ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വലിയ ചാപ്റ്ററാണ്. ഓക്കെ, ഒരുപാട് മാർക്സിന് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻസ് കാണേണ്ടവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കുക. അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണും. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. പരമാവധി നമുക്ക് ഡൗട്ട്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.